ടിബിലിസിയിലെ പ്രശസ്ത ക്രിസ്ത്യൻ പള്ളികളിലൊന്നാണ് ഈ കാണുന്ന ട്രിനിറ്റി കത്തീഡ്രൽ. ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ 1500 വർഷത്തെ സ്മരണയ്ക്കായി 1994 പണി തുടങ്ങി 2004 ഓപ്പൺ ചെയ്ത പള്ളി. ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ടിബിലിസിൽ. ചെറുപ്പത്തിലെ ഹൊറർ ഹോളിവുഡ് മൂവി കാണുമ്പോൾ അതിലുള്ള പള്ളിയിലെ അതേ മോഡല് ഒറ്റ മാറ്റമില്ല. ജോർജിയയിലെ എല്ലാ തെരുവുകളിലും നമുക്ക് ഇഷ്ടംപോലെ പട്ടികളിനെ കാണാൻ കിട്ടും. അതേപോലെ ഉപദ്രവകാരിയുമല്ല. നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനടക്കം. ഏതൊരു പ്ലേസിൽ പോയാലും അതിനെ കവർ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കും ഞങ്ങളുടെ ഗൈഡായ ജോർജ്. എന്നിട്ട് ഞങ്ങളെ വിട്ടേക്കും. പോകുന്ന എല്ലാ സ്ഥലത്തേക്കും അരമണിക്കൂർ 1 മണിക്കൂർ സമയം മാത്രമേ നമ്മുടെ ഗൈഡായ ജോർജ് നമുക്ക് തരുള്ളൂ. ഏത് ഭാഗത്ത് പോയാലും ഭിക്ഷക്കാരും അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരും ഇവിടെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ആൾക്കാരെല്ലാം ഓടിയെത്തുന്ന പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളി. 1400ഓളം വർഷം പഴക്കമുള്ള ഈ ക്രിസ്ത്യൻ പള്ളി കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നതാണ്. ഓക്കെ, എന്തുമാത്രം ആളുകളാണ്, ടൂറിസ്റ്റുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ക്ലൈമാറ്റും നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് അടിപൊളി കിടിലം പരിപാടി തന്നെയാണ്. കിടിലം സംഭവം തന്നെയാണ്. ഇവിടെ വരിക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, തകർക്കുക, തിമിർക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പള്ളിയിൽ കയറാൻ ഓരോ ഡ്രസ് കോഡ് ഉണ്ട്. ആ രീതിയിൽ മാത്രമേ ഈ പള്ളിക്ക് പ്രവേശനമുള്ളൂ. വേറൊരു ഗ്രൂപ്പിലെ ഗൈഡായ ജോർജിയൻ പെൺകുട്ടി ഡ്രസ് കോഡ് എങ്ങനെ ധരിക്കണമെന്ന് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. പള്ളിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ അനുവാദമില്ല. ടൂറിസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ചെറിയൊരു പരിഗണന കിട്ടി ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്താണ് ഈ പള്ളിന്റെ ചർച്ചുകൾ ആദ്യം നടന്നത്. പിന്നീട് 1995 ഇതിന്റെ പണി ആരംഭിക്കുകയും 2004 കത്തോലിക്ക സഭയുടെ സ്മരണയ്ക്കായി ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എല്ലാ സമയങ്ങളിലും വിശ്വാസികൾ വന്ന് പ്രാർത്ഥന നടത്തിയിട്ട് പോകാറുണ്ട് ഇവിടെ. പുരോഹിതന്മാരുടെ ഡ്രസ് കോഡ് കറുത്ത ഫുൾ കവർ കോഡാണ്. പുരോഹിതന്മാര് പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറിപ്പോയത്. അത് കാരണം ഞങ്ങൾക്ക് അത് കാണാനും കിട്ടി. നാട്ടിലെയും ഇവിടുത്തെ പള്ളിയിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ എന്തോ വ്യത്യാസം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും.